ഓം നമ ശിവായ അമ്മേ ദേവി കാളി മഹാദേവനപ്പ. ഈ വീഡിയോ കാണുന്ന സകലരെയും പൂർണ്ണ സമർപ്പിക്കുന്നു. അവരുടെ മക്കളെയും പേരക്കുട്ടികളെയും കുടുംബാംഗങ്ങളെയും കല്യാണം കഴിച്ച യുവാക്കളെയും യുവതികളെയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കല്യാണ തടസ്സമായി ബുദ്ധിമുട്ട് നിൽക്കുന്നവരെയും രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്നവരെയും ചതിക്കപ്പെട്ട് നിൽക്കുന്നവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പ. എല്ലാവരുടെ ജീവിതത്തിലും ഈ നിമിഷം തന്നെ ഈ വീഡിയോ കാണുന്ന സകല ജീവിതത്തിലും മഹാദേവൻ്റെ സംരക്ഷണം കൊണ്ട് നിറച്ച് മൃത്യുവിൻ്റെ ഭയത്തിൽ നിന്നും അവരെ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം പൂർവാരുടമിക ബന്ധനാത് മൃത്യുമുക്ഷിയമാമൃതാത്. മഹാദേവ ശിവാരി. ഞാനിന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിട്ടുള്ളൊരു ആശയമാണ്. എന്താ വെച്ചാൽ, നമുക്ക് ഒരു കൂട്ടായ്മ ഹിന്ദു വിശ്വാസപ്രകാരം ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. അതെന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല. എൻ്റെ മഹാദേവനെ അപ്പൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കാനുള്ളൊരു നിയോഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അതെങ്ങനെ? ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഞാൻ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യണം. കേരളത്തിനുപരി തമിഴ്നാട്, ഇന്ത്യ ഒട്ടാകെ, അതേപോലെ തന്നെ അതർ രാജ്യങ്ങളിൽ, ഗൾഫ്, മറ്റുള്ള രാജ്യങ്ങളിൽ മഹാദേവന് മുമ്പിൽ ഇവിടെ ഗൾഫെന്നോ അമേരിക്കയെന്നോ കേരളമെന്നോ തൃശ്ശൂരെന്നല്ലേ. മഹാദേവന് മുമ്പിൽ പ്രപഞ്ചനാഥനാണ് മഹാദേവൻ. അതുകൊണ്ട് മഹാദേവൻ്റെ നാമം എവിടെ ആരുടെ മുമ്പിൽ എത്തിക്കാനും എനിക്കൊരു മടിയില്ല. മനസ്സിലായോ? അതിൽ ഞാൻ സന്തോഷമുള്ളൂ. അതിൻ്റെ ഒരു മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വിഷയം, നമുക്കൊരു കൂട്ടായ്മ. എങ്ങനെ ഒരു കൂട്ടായ്മ? നമുക്ക് കേരളത്തിലും ഇന്ത്യയിൽ ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ പോലെ തന്നെ ഒരു വാട്സപ്പിൻ്റെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ലിങ്ക് ഞാൻ അതിനൊപ്പം കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ നിങ്ങൾ കഴിയുന്ന ആളുകൾ അത്രയും അതിനകത്ത് ഇൻക്ലൂഡ് ആവുക, പങ്കാളിത്തം ഉണ്ടാവുക. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരാൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒരു 10 ആൾ മതി, ഒരു ജില്ലയ്ക്ക് ഒരു 10 ആൾ മതി. ഇങ്ങനെ ലോകം മുഴുവൻ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടാവുക. എങ്ങനെ? മഹാദേവൻ്റെ നാമത്തിലൂടെ ഒരാൾക്ക് ഒരു നേരത്തെ പ്രാർത്ഥന നമുക്ക് ഒരു 24 മണിക്കൂറിൽ 1 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് മാറ്റിവെച്ചാൽ, അതിനകത്ത് ഈ പറയുന്ന ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ, ഈ മനപ്രയാസമുള്ളവർ, സാമ്പത്തിക പ്രശ്നമുള്ളവർ, കല്യാണം കഴിയാത്തവർ, ഹോസ്പിറ്റലൈസ്ഡായി നടക്കുന്നവർ, അങ്ങനെ പല ജീവിതത്തിലൂടെയാണ് മനുഷ്യന്മാർ കടന്നു പോകുന്നത്. ഒരാളുടെ ജീവിതം ശരിക്കും നമ്മൾ പറയുന്നത് 86 വയസ്സാണ് ഒരാളുടെ ഒരു കണക്ക് കൂട്ടൽ വയസ്സ് വരെ. അതിൻ്റെ ഉള്ളിലൊരു 19 വർഷം നമ്മൾ ചെയ്തു വെച്ച പാപത്തിൻ്റെ ഫലം മേടിച്ച് പോയേ പറ്റൂ. അതാണ് ശനി ഭഗവാന്റെ ന്യായവിധി. അതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളും ഇതിനകത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മഹാദേവനെ പ്രാർത്ഥിച്ചവർക്ക് ശനി ബാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞാറുള്ളത്. അപ്പോൾ മഹാദേവന് വേണ്ടി അല്ല, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് നമ്മൾ. എങ്ങനെ? ഒരു ജില്ലയിൽ ഒരു 10 ആൾ വെച്ച് ലോകം മുഴുവൻ ഒരു കൂട്ടായ്മ. ലോകത്തിലെല്ലാവരും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. അതിലൂടെ ഒരാളുടെ പ്രാർത്ഥന ഒരാളതിനകത്ത് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ 1 മിനിറ്റ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 1 മിനിറ്റ്. നമ്മളൊരു ഹിന്ദു എന്നുള്ളതിൻ്റെ ഒരു അടയാളം. നമുക്കൊരു മനുഷ്യന് വേണ്ടി മഹാദേവന് മുമ്പിൽ 1 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ 7 തലമുറയാണ് മഹാദേവൻ നിങ്ങൾ അനുഗ്രഹിക്കുക. 7 തലമുറ. നമ്മളൊരു കൂട്ടുകാരൻ പറയുണ്ടായി, നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആളുടെ പാവഭാരങ്ങൾ നമുക്ക് കിട്ടുമോ സ്വാമിയെന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വിളക്ക് നാദം കത്തുമ്പോൾ, ആ വിളക്ക് നാളത്തുനിന്ന് വേറൊരു വിളക്ക് കത്തിച്ച് മാറുമ്പോൾ അവിടെ പ്രകാശം കൂടുക ചെയ്യുക അല്ലേ? അതേപോലെ ഒരു 1000കണക്കിന് ആൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 1 മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മളൊരു സമയം പറയും. നമ്മളോടൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ടാൽ നമ്മളൊരു സമയം അവരോട് പറയും.
സമയത്ത് ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ മഹാദേവ ആ പാവത്തിനൊന്ന് കാക്കണേ, അവരുടെ പ്രശ്നങ്ങളൊന്ന് ഇടപെടണേ എന്നൊരു മനസ്സറിഞ്ഞ് ഒരു മിനിറ്റ് മാറ്റിച്ചൂടെ. അതുകൊണ്ട് നിങ്ങളുടെ 7 തലമുറയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. 7 തലമുറ മഹാദേവൻ നിങ്ങൾ സംരക്ഷിക്കും. മനസ്സിലായോ? ആ ഒരു വിശ്വാസത്തോടെ ഞാനിതിനകത്ത് വാട്സപ്പിൽ ലിങ്ക് ഇടുന്നുണ്ട്. എത്ര ആൾ സഹകരിക്കുന്നു എനിക്കൊരു ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ അപ്പൻ്റെ നാമം ഞാൻ ലോകം മുഴുവൻ പ്രഘോഷിക്കും. മനസ്സിലായോ? എൻ്റെ ചെറുപ്പകാലങ്ങൾ ഒരു ദിവസം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം ഇതുപോലെ വീഡിയോ ഇടാം. എനിക്ക് ഞാൻ അനുഭവിച്ചുള്ള അനുഭവങ്ങൾ അതൊക്കെ വലിയൊരു കഥയാണ്. മനസ്സിലായോ? എൻ്റെ മഹാദേവൻ എന്നെ ഇതിലേക്ക് ഈ മഹാദേവൻ്റെ ജോലി ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ 100% അത് നീതി പുലർത്തും. ഇതിന് മുകളിൽ സാമ്പത്തിക കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ല നമുക്ക് പ്രാധാന്യം. ആരും തമ്മിൽ പൈസ കൊടുക്കുകയോ മേടിക്കുകയോ ഒന്നും ഇതിനകത്ത് ചെയ്യരുത്. സാമ്പത്തികമായിട്ടൊരു ഇടപാട് നമ്മൾ ഇതിനകത്തില്ല. നമുക്ക് വേണ്ടത് മഹാദേവൻ്റെ നാമത്തിൽ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മൾ പറയും, ഒരു സമയത്ത് ആ വ്യക്തിയോട് പ്രാർത്ഥിക്കണം. ഒരു മിനിറ്റ്, ഏത് സ്ഥലത്തായാലും ഒന്ന് കണ്ണടച്ചിട്ട് മഹാദേവ. ഒരാൾ പ്രാർത്ഥിക്കുന്നതല്ല, 10 ആൾ പ്രാർത്ഥിക്കുന്നതല്ല, 100 ആൾ ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, ഇപ്പോൾ നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയായാലും നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങൾ ഒരേ സമയത്ത് മഹാദേവനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ 110% അവിടെ വിജയം കണ്ടെത്താൻ സാധിക്കും. അതെൻ്റെ അത്രയും വിശ്വാസം എനിക്ക് എൻ്റെ അപ്പന്, മഹാദേവനെ അപ്പൻ. അതിനെ നിങ്ങളെല്ലാവരും പങ്കുചേരുക, ഈ കൂട്ടായ്മയിൽ പങ്കുചേരുക. ഞാനിതിനകത്ത് വാട്സപ്പിൻ്റെ ലിങ്കിന് മുകളിൽ ഇടുന്നുണ്ട്. സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറാം. പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥന ആവശ്യപ്പെടാം. നമ്മുടെ ക്ഷേത്രത്തിൽ കർമ്മഭൂമിയിൽ മഹാദേവനോട് തിങ്കളാഴ്ച ദിവസം പ്രത്യേക പൂജകളുണ്ട്. എല്ലാ ദിവസവും നമുക്ക് വിളക്ക് പൂജ കാര്യങ്ങൾ പ്രത്യേക നിവേദ്യങ്ങളുള്ള ദിവസങ്ങളാണ് തിങ്കളാഴ്ച. ബാക്കിയുള്ള ദിവസങ്ങൾ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. മഹാദേവൻ്റെ അനുഗ്രഹം ഈ കൂട്ടായ്മയിലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ. അമ്മേ ദേവി കാളി.